Yes, spoken English class. Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Okay, have you had your lunch? Yes, ma'am. Yes. Okay. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്? I think question word do does ആണോ അല്ല? Do does did wish to ആണോ? Yes, miss. Yes. Do does did best subject is zero. Okay. Yeah. അപ്പോൾ അടുത്ത എഴുതാം. പെട്ടെന്ന് എഴുതാം നമുക്ക്. May have. Subject plus may have plus V3. Subject plus may have plus V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. മേക്കുള്ള ചാൻസ് അറിയാലോ. ഓക്കെ, റിയ നെക്സ്റ്റ് ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോ ഡിസ്കസ് ചെയ്യണ്ട, നമുക്ക് പിന്നെ ക്ലാസ് ഒരുവിധം ക്ലാസ് ഒന്നും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം. എന്താണെങ്കിലും അതിനെ കുറിച്ച് പറയാം. ഓക്കെ, സബ്ജക്ട് പ്ലസ് മേ ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് ആണ്. മേ എന്ന് പറയുമ്പോൾ ഷുവാറ്റി അറിയാലോ, കുറച്ച് കുറവാണ് അല്ലെ. ഓക്കെ, അപ്പോ എക്സാമ്പിൾ വരുന്നത് ഐ മേ ഹാവ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം. ഐ മേ ഹാവ് സീൻ ഹർ, ഐ മേ ഹാവ് സീൻ ഹർ. ഷീ മേ ഹാവ് കം ഹിയർ, ഷീ മേ ഹാവ് കം ഹിയർ. They may have practiced, they may have practiced. She may have come here, അവളോട് വന്നിട്ടുണ്ടാകാം. They may have practiced, അവൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകാം. Okay, I may have seen her, she may have come here, they may have practiced. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് ആണ് ഇവിടെ വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Yeah, next question word plus do or does plus
question word plus do or does plus subject plus to plus V1. Question word plus do or does plus subject plus have to plus V1. Question word plus do or does plus subject plus have to plus V1. ഇതാണ് സ്ട്രക്ചർ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടി വരുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമാണ് ഇവിടെ വരാൻ. അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് അനുസരിച്ചിട്ട് അവിടെ മാറും. എന്താണ് എന്നുള്ളപ്പോ വാട്ടാണ് വരാം. ഇനി എങ്ങനെയാണെന്ന് പറയുമ്പോ ഹൗ ആണ് വരാം. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ഒരുപാടുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് അനുസരിച്ചിട്ട് മീനിങ് വ്യത്യാസം വരും. എക്സാമ്പിൾ ഏതാ? What do you have to study? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? നീ എന്താണ് പഠിക്കേണ്ടത്? What do you have to study? What do you have to study? What do you have to study? How do you have to arrange it? നീ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്? How do you have to arrange it? When do we have to go? When do we have to go? ഞങ്ങൾ എപ്പോഴാണ് പോകേണ്ടത്? When do we have to go? When do we have to go? What do you have to study? How do you have to arrange it? When do we have to go? Okay. Yeah. Question one is meaning in വ്യത്യാസം വരും. Okay, clear ആണല്ലോ? അത് മനസ്സിലായല്ലോ? Yeah. So next expression നമ്മൾ may have പറഞ്ഞു. ഇനി might have. Same structure തന്നെയാണ്. Subject plus might have plus V3. മെയിനേക്കാളും കുറച്ചുകൂടെ ചാൻസ് കുറവാണ് മൈറ്റിന് വരാൻ. Subject plus might have plus V3. Same example നിങ്ങൾക്ക് എഴുതാം. മേക്ക് വരും മൈറ്റ് അതായത് I might seen her, I might have seen her, she might have come here, they might have practiced. Same sentence, same example തന്നെ may മാറ്റിയിട്ട് might ആക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. സെയിം മീനിങ് സെയിം തന്നെയാണ്. പക്ഷേ അത് ഞാൻ പറയാം. ബാക്കിയും കൂടെ എഴുതും. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞു. അടുത്തത് മസ്റ്റ് ഹാവ്. സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. എഴുതിയില്ല. സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. മസ്റ്റ് ഹാവ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുതൽ. സെയിം സെന്റൻസും എക്സാമ്പിൾസ് ഒക്കെ സെയിം തന്നെയാണ്. അത് മസ്റ്റ് ആക്കാൻ മാത്രമേ ഉള്ളൂ. I must have seen her, she must have come here, they must have practiced. അതായത് ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകണം. മനസ്സിലായോ? Then she must have come here. അവളിവിടെ വന്നിട്ടുണ്ടാകണം. They must have practiced. അവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അങ്ങനെ മീനിങ് വരും. അപ്പൊ സെന്റൻസിന്റെ ബേസിൽ ആ മീനിങ് അങ്ങനെ മലയാളത്തിൽ എഴുതി വെക്കുക. അപ്പൊ മനസ്സിലാവുന്നുണ്ട്. I must have seen her എന്ന് പറയുമ്പോൾ ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകണം. ഓക്കെ, ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകണം. She must have come here. മാം ഒന്നും കൂടെ അവരെയാണോ അവളെയാണോ? ക്ലിയർ ആയിരുന്നില്ല. Must have subject plus must have plus V3. അതില് എക്സാമ്പിൾ I must have seen her. I must have seen her. അതിന്റെ മീനിങ് ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകണം. മെയിൻ ഐറ്റം പറഞ്ഞത് എന്താ? കണ്ടിട്ടുണ്ടാകാം. ഇത് കണ്ടിട്ടുണ്ടാകണം. ഓക്കെ. She must have come here. അവൾ ഇവിടെ വന്നിട്ടുണ്ടാകണം. അവൾ ഇവിടെ വന്നിട്ടുണ്ടാകണം. She must have come here. They must have practiced. They must have practiced. അവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം.
മിസ്സേ ചോദിച്ചോട്ടെ ഒരു ഡൗട്ട്. ഐ മേ ഹാവ് സീൻ ഹെർ എന്ന് പറയുമ്പോ ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം. അപ്പൊ അത് അങ്ങനെയല്ലേ? കണ്ടിട്ടുണ്ടാകാം. ആ മാം ലാസ്റ്റ് ഒന്നും കൂടെ പറയോ? They must have practiced. എന്തോ? They must have practiced. Yeah. അത് കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞല്ലോ അവര്. Yeah. Okay. Next, should have. Same structure ആണ്. Subject plus should have plus E3. ഇവിടെ should നമ്മളിപ്പോ ഈ 4 എണ്ണം പറഞ്ഞു. should ഞാനിപ്പോ പറയും. must, may, might. Okay. should നമ്മൾ പറയുന്നത് നീ അവിടെ പോണം അല്ലെ, നീ അവിടെ പോണം. എക്സാമ്പിൾ കൂടെ എഴുതിക്കോളൂ. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഓക്കെ, എക്സാമ്പിൾ എഴുതാം. യു ഷുഡ് ഹാവ് ഗോൺ ദെയർ. യു ഷുഡ് ഹാവ് ഗോൺ ദെയർ. നീ അവിടെ പോകണം. ഓക്കെ, പോകണം തന്നെയാണ്. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹെർ. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹെർ. You should have gone there. You should have invited her. നീ അവിടെ പോകേണ്ടതാണ്. അങ്ങനെയാണ്. നീ അവിടെ പോകേണ്ടതാണ്. നീ അവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. Okay, you should have gone there. You should have invited her. ഇവിടെ നമ്മൾ ഒരു കാര്യം പറയില്ലേ, you should practice English every day എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. അത് കുറച്ചും കൂടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, you must practice. അപ്പൊ എന്താണ്, കുറച്ചും കൂടി ഞാൻ ഫോഴ്സ് ചെയ്ത് പറയും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ഷുഡും മസ്റ്റും തമ്മിലൊരു വ്യത്യാസം. മനസ്സിലായോ? മീനിങ് എല്ലാത്തിന്റെയും സെയിം ആണ്. നമ്മള് എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാം, നമ്മുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും അവിടെ ഷുഡ്, മസ്റ്റ്, മേ, മൈറ്റ് യൂസ് ചെയ്യാൻ. ഇത് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾക്കൊരു ഉറപ്പുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഷുഡ് വെച്ചിട്ടോ മസ്റ്റ് വെച്ചിട്ടോ പറയാം. ഷുഡ് വെച്ചിട്ട് പറയാം. നന്നായിട്ട് ഇത് ഫോഴ്സ് ചെയ്ത് പറയണമെങ്കിൽ മസ്റ്റ് വെച്ചിട്ട് പറയാം. ഇനി അഥവാ ഓക്കെ, ഇനി അഥവാ ഇനിയിപ്പോ അത്രയ്ക്ക് ഉറപ്പില്ല എങ്കില് ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് പറയുമ്പോ എന്താ എന്റെ ഫ്ലോ എന്നോട് പോയി. ഓക്കെ, അത്രയും ഉറപ്പുള്ള കാര്യം ഷുഡ് വെച്ചിട്ട് പറയാം. നന്നായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ അത് മസ്റ്റ് വെച്ചിട്ട് പറയാം. യു മസ്റ്റ് ഡു ദാറ്റ്. ഇനി എന്താണ് ചെയ്യണം? യു മസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നല്ലോ. യു ഷുഡ് ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ദാറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. അത് നമ്മൾ പറയുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും അതിന് വ്യത്യാസം ഫീൽ ചെയ്യാൻ. അല്ലാതെ രണ്ടിനും ഏകദേശം സെയിം മീനിങ് ഒക്കെ തന്നെയാണ് വരാൻ. ഓക്കെ, ഇപ്പൊ നീ അത് ചെയ്യണം, നീ അത് ചെയ്യണം. ടോൺ വ്യത്യാസം വന്നോ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ മെയും ആയിട്ട് മേ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഞാനിവിടെ കണ്ടിട്ടുണ്ടാകാം ഒരു 50% ഒരു 60% ഒരു 50% ചാൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി ഐ മൈറ്റ് ഹാവ് സീൻ ഹർ എന്ന് പറയുമ്പോ അതിലും കുറവാണ്. ചിലപ്പോ കണ്ടിട്ടുണ്ടാകാം, അറിയില്ല, ഉറപ്പില്ല. അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ. അത് നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഏതാണ്, ഏത് എക്സ്പ്രഷൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അഥവാ എക്സ്പ്രഷൻ ഇപ്പോ മൈറ്റ് ഹാവ് യൂസ് ചെയ്തു, പക്ഷെ മേ ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല.
മനസ്സിലായോ? മിസ്റ്റേക്ക് വരില്ല, ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് പോലെ ആയിരിക്കണം അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം വേറൊന്നും ഗ്രാമർ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ ഷുഡ് പറഞ്ഞു, ഷുഡ് ഹാവ് പറഞ്ഞു, അതിന്റെ ഷുഡിന്റെ നെഗറ്റീവ് കൂടി വേണം. ഷുഡ് മാം ഷുഡ് ഹാവിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു തന്നില്ല, അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞുതരുമോ? എഴുതാൻ പറ്റിയിട്ടില്ല. യു ഷുഡ് ഹാവ് ഗോൺ ദെയർ എന്ന് പറയുമ്പോ നീ അവിടെ പോകേണ്ടതാണ്. നീ അവിടെ പോകേണ്ടതാണ്. പോകണം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് അവർ, നീ അവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് മാം? യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഒന്നുകൂടെ പറയാമോ? നീ അവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ തന്നെ എല്ലാത്തിലും ഇങ്ങനെ തന്നെ മീനിങ് വരില്ല കേട്ടോ. യു ഷുഡ് ഹാവ് ടു ഗോ ദിയർ എന്ന് പറയുമ്പോൾ നീ പോകണം എന്നൊരു മീനിങ് വരും. പോകേണ്ടതാണ്, പോകണം എന്നൊക്കെ പറയുന്നത് മലയാളത്തിലായാലും സെയിം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയല്ലേ, അല്ലെ? പറയുന്ന വാക്കുകൾ വ്യത്യാസം വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ വരുമ്പോഴും ഓക്കെ, അത്രയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പോകണം എന്ന് പറയാൻ നമുക്ക് യു ഷുഡ് ഗോ പറയാം, യു ഷുഡ് ഹാവ് ടു ഗോ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. സെയിം മീനിങ് എപ്പോഴും സെയിം ആയിട്ടേ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഷുഡിന്റെ ഹാവ് തന്നെയാണ് നെഗറ്റീവ്. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് എഴുതിക്കോളും. എന്താണ്? പോകേണ്ടതില്ല, ആ ഒരു നെഗറ്റീവിലാ വരാം. യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ പോകേണ്ടതില്ല, അങ്ങനെ ഒരു മീനിങ് ആണ് വരാം കേട്ടോ. അപ്പൊ അതിന്റെ നെഗറ്റീവും എഴുതി വയ്ക്കാം. ഓക്കെ, കഴിഞ്ഞോ? അപ്പൊ അടുത്ത് എഴുതാം. വുഡ് ഓർ ഡു യു മൈൻഡ്. വുഡ് ഇട്ടിട്ട് സ്ലാഷോ എന്തിലൂടെ would or do you mind plus verb ing. Would or do you mind plus verb ing. Would or do you mind plus verb ing. സെയിം അങ്ങനെ ചെയ്യുന്നതിന് വിരോധമുണ്ടോ? നമ്മൾ ഇതിനു മുൻപ് would you mind if I പഠിച്ചു. അത് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? അതാണ് അല്ലെ. ഇവിടെ അങ്ങനെ ചെയ്യുന്നതില് എന്തെങ്കിലും വിരോധമുണ്ടോ? നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇവിടെ ഞാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനെന്ന് പറയുന്ന സബ്ജക്റ്റിനോട് പറഞ്ഞിട്ടില്ല. നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ്. അങ്ങനെ ചെയ്യുന്നതിന് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അപ്പൊ ഇവിടെ ആരും ആകാം. എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇവിടെ വുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചാലും ഡു യു മൈൻഡ് എന്ന് ചോദിച്ചാലും സെയിം ആണ്, രണ്ടും ചോദിക്കാം. ഇപ്പൊ നമ്മള് വുഡ് യു മൈൻഡ് വെച്ചിട്ടാണ്. വുഡ് യു മൈൻഡ് സ്റ്റേയിങ് വിത്ത് മീ, വുഡ് യു മൈൻഡ് സ്റ്റേയിങ് വിത്ത് മീ. നീ എന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിന് നിനക്ക് ഇതിന് വിരോധമുണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് സ്റ്റേയിങ് വിത്ത് മീ അല്ലെങ്കിൽ ഡു യു മൈൻഡ് സ്റ്റേയിങ് വിത്ത് മീ, രണ്ടും ചോദിക്കാം. രണ്ടും എഴുതിച്ചോളൂ. വുഡ് വെച്ചിട്ടും എഴുതാം, do വെച്ചിട്ട് എഴുതാം. Would you mind staying with me? അല്ലെങ്കിൽ do you mind staying with me? Next ഏതാ? Would you mind playing football? Would you mind playing football? ഫുട്ബോൾ കളിക്കുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? Would you mind waiting outside? Would you mind waiting outside?
Would you mind waiting outside? Okay, കഴിഞ്ഞോ? Yeah. Next ഏതാ? Do you have the habit of plus verb ing? Do you have the habit of? Do you have the habit of plus verb ing? മിസ്സേ, do you have the habit of അല്ലേ? ശീലം. അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നാണ്. Do you have the habit of? Do you have the habit of plus verb ing? For example, നിങ്ങൾ പറഞ്ഞേ, ഇത് സിമ്പിൾ അല്ലേ? എക്സാമ്പിൾ പറഞ്ഞേ. Do you have the habit of plus verb ing? എന്താ? Do you have the habit of smoking? Yeah. Do you have the habit of smoking? Any next? Another example. Do you have the habit of drinking? ചോദിക്കാം. അല്ലെങ്കിൽ do you have the habit of drinking tea every morning? ചോദിക്കാം. Next, do you have the habit of getting up early? Do you have the habit of getting up early? Do you have the habit of getting up early? Okay. Yeah. Oh, your example പറയുന്നുണ്ടോ? വേണ്ട, ഇതൊന്ന് ലാസ്റ്റ് പറയാം. Yeah. Next എഴുതാ. Is am are plus subject plus interested in. Is am are plus subject plus interested in. Is am are plus subject plus interested in. Are you interested in music? താല്പര്യമുണ്ടോ എന്നാണ്. Are you interested in music? Is he interested in dancing? Is he interested in dancing? മാം ഫസ്റ്റ് മുതൽ പറയോ? Are you interested in music? Are you interested in music? Is he interested in dancing? Is he interested in dancing? Are you interested in acting? Are you interested in acting? Okay. താല്പര്യമുണ്ടോ എന്നാണ്. പാടാൻ താല്പര്യമുണ്ടോ? മ്യൂസിക്കിനോട് താല്പര്യമുണ്ടോ? ഡാൻസിനോട് താല്പര്യമുണ്ടോ? ആക്ടിങ്ങിനോട് താല്പര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഏതാ?
seem to have plus V3. Seem to have. Seem to have എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് തന്നെയാണ്. Seem to have plus V3. Subject plus seem to have plus V3. മാം So, SEEM സീയിങ് എന്നാണോ? SEEM. Seem. Subject plus seem to have plus V3. Singular subject ആണെങ്കിൽ seems-ഉം plural subject ആണെങ്കിൽ seem-ഉം ആണ് നമ്മൾ യൂസ് ചെയ്യുക. They seem to have seen us. They seem to have seen us. അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടാകാം. They seem to have seen us. He seems to have gone there. Mister, He they seem to have seen us. us. Seen ആണ്. V3 ആണ്. Seen. Seen us. They seem to have understood everything. They seem to have understood everything. He seems to have gone there. He seems to have gone there. Understood? Everything. Everything. They They seem to have seen us. Yeah. They seem to have seen us. They seem to have understood everything. He seems to have gone there. Thank you. He is ever gone. എന്താ ma'am? He seems to have gone there. Gone ആണ്. V3 form ആണ്. Gone. അടുത്തേതാ? Should plus subject plus V1. Should plus subject plus V1. Should plus subject plus V1. Should I come tomorrow? ഞാൻ നാളെ വരണോ? Should I come tomorrow? Should I come tomorrow? Should we inform them? Should we inform them? Should they arrange it? Should they arrange it? Should I come tomorrow? Should we inform them? Should they arrange it? ഞാൻ നാളെ വരണോ? ഞങ്ങള് ഇൻഫോം ചെയ്യണോ? ഞങ്ങള് അവരെ ഇൻഫോം ചെയ്യണോ? അവര് അത് അറേഞ്ച് ചെയ്യണോ? ഓക്കെ. അടുത്തേതാ? എന്താ? കഴിഞ്ഞോ? ഏതാണ്?
Should we informed എന്താണ്? ഇൻഫോംഡ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണെന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ, ആഡ് ചെയ്തോളൂ വേണമെങ്കിൽ. ഷുഡ് ബി ഇൻഫോംഡ് ദ എനിത്തിങ് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്തു. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? get plus v3. get plus v3 ഇത് മറ്റുള്ളവരാൽ ചെയ്ത് കിട്ടണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ I want to get my car repaired. I want to get my car repaired. എന്താണ്? എനിക്ക് എന്റെ കാർ റിപ്പയർ ചെയ്ത് കിട്ടണം അല്ലെ? എക്സാമ്പിൾ എടുക്കൂ. I want to get my car repaired. I want to get my car repaired. We have to get some papers signed. We have to get some papers signed. Sign ചെയ്ത papers നമുക്ക് തരണം. We have to get some papers signed. Okay. The next one, shall plus I or V plus V1. Shall plus I or V plus V1. നമ്മൾ ഷാല് എന്താണ് മിൻഷ? മിസ്സേ ഷാൽ പ്ലസ് ഐ ഓർ കഴിഞ്ഞിട്ട് എന്താന്ന് മനസ്സിലായില്ല. വി ആണ്, WEV. V plus V1. ഓക്കെ, ഷാൽ നമ്മൾ മെയിൻ ആയിട്ട് ഐക്കും വിക്കും ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ വരാം, ഞാൻ വരും അല്ലെ, അല്ലാണ്ട് അവൻ വരാം എന്ന് പറയില്ലല്ലോ. അത് തന്നെയാണ്, ഞാൻ വരാം, ഞങ്ങൾ വരാം അല്ലെ. അപ്പൊ വരും എന്ന് പറയുമ്പോ വില്ലും, വരാം എന്ന് പറയുന്നത് ഷാലുമാണ്. അപ്പൊ ഐക്കും വിക്കും യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നവരും കേട്ടിട്ടില്ല. മലയാളത്തിലായാലും അല്ലെ, അവൻ വരാം, അവൾ വരാം. അപ്പൊ ഐ വിക്കാണ് നമ്മൾ ഷാല് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു ആസ്കിങ് എന്തോ ടീച്ചറെ ഷാൽ പ്ലസ് കേട്ടില്ല എന്തോ റിയ പറയുന്നത് കേൾക്കുന്നില്ല റിയ. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. Shall I help you? Shall I help you? Shall I carry your bag? Shall I help you? അതിനെ ഹെൽപ്പ് ചെയ്യണോ? ചെയ്യട്ടെ? Permission on asking, polite permission, anything. Shall I help you? Shall I carry your bag? Shall I carry your bag? Shall we sit here for a while? Shall we sit here for a while? നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. Shall we sit here for a while? ഇരുന്നോട്ടെ, കുറച്ചേരം ഇരുന്നോട്ടെ, ഇരിക്കാം എന്നൊക്കെ ചോദിക്കാം. Shall വെച്ചിട്ട്. എന്താ മാം ഒന്നും കൂടി പറയോ? Shall I help you? Shall I carry your bag? Shall we sit here for a while? Shall we sit here for a while?
ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞോ? യെസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതിയില്ലേ? മതിയോ? മതി മതി മാം. മതി. ബോറടിച്ചോ നിങ്ങൾക്ക്? എനിക്ക് ഷാലിന്റെ 3 എക്സാമ്പിളും കിട്ടിയില്ല. ഏതായിരുന്നു? ഷാലാണോ? ടീച്ചറെ ഷാലിന്റെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയൂ. Shall I help you? ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ, നോക്കി എഴുതാം. Okay? Yeah. Okay, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? സത്യം പറയണം, ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്നേ, ആർക്കെങ്കിലും ബോറടിച്ചോ? കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ക്ലാസ്സിലുണ്ടോ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? ആ മഴ നേരം ഉണ്ടായിരുന്നു. ബോറടിക്കുന്നുണ്ടോ? ചോദിച്ചാൽ എന്താ അറിയട്ടേ. സിന്ധുനെ കണ്ടു കുറെ നാളായല്ലോ. യെസ് മിസ്, ഞാൻ വീട്ടിൽ കുറച്ച് ഫംഗ്ഷൻ ആയിരുന്നു, പ്രോബ്ലം ആയിരുന്നു. ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചുപോയി, അപ്പൊ അതിന്റെ ഒരു ഇതിലായിപ്പോയി ഞങ്ങൾ. ക്ലാസ്സിലാണോ? ഓക്കെ മിസ്. പിന്നെന്താണ് പറയൂ. ഇനി എക്സ്പ്രഷൻ, ഇതിപ്പോ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മുടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആകും. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? ബിൻഷ എന്ന് ഡെയിലി സെന്റൻസ് പറഞ്ഞിരുന്നു എന്നോട്, അല്ല വേണമെന്ന് പറഞ്ഞിരുന്നു. അത് ആർക്കെങ്കിലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? ഒന്ന് സംസാരിക്കും എല്ലാവരും പ്ലീസ്, ഒന്ന് സംസാരിക്കും. ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് എന്നാ ചോദിച്ചേ. ഏത് പോർഷനാണ് വേണ്ടത്? ഒന്നും പറയാനില്ല നിങ്ങൾക്ക്. മലയാളം സെന്റൻസ് വന്നിട്ട് മിസ്സേ, മലയാളം സെന്റൻസ് വന്നിട്ട് അത് ഞങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലയാളം തന്നാലും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് വേണം. മാം ഇപ്പൊ ജെയിൻ പറഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ടഫാന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ആവുന്നില്ല. അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ് കുറച്ച്. പറ്റുന്നില്ല. അത് ടെൻസ് അറിയണം, വൊക്കാബുലറി അറിയണം. കുഴപ്പമില്ല. പിന്നെന്താണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇനി വേറെ എന്തെങ്കിലും പോർഷൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോ നമുക്ക് മലയാളം കൊണ്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദെൻ ബിൻഷ എന്ന് പറഞ്ഞിരുന്നില്ലേ? ഡെയിലി സെന്റൻസ്. ഭഗവാനെ, പറ. അന്ന് ഡെയിലി സെന്റൻസ് പറഞ്ഞായിരുന്നു. അതെന്തെങ്കിലും നമുക്ക് ഉപകാരം വെച്ചാൽ ക്ലാസ് കഴിഞ്ഞാലും ഈ നോട്ട് നോക്കി നമ്മൾ പഠിക്കും. അപ്പൊ അത് ഉപകാരപ്പെടും. അതാണ്.
ഓക്കെ, അപ്പൊ ഡെയിലി സെന്റൻസ് വേണോ? എല്ലാവരും കൂടെ ഒരു അഭിപ്രായം പറയോ? അന്ന് ഞാൻ കുറച്ച് തന്നിരുന്നു, അത് ഇവിടെ വെച്ചാണ് അവസാനിച്ചത്. പറയണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ തരാം. ഓക്കെ, ഓക്കെ ആണ് എല്ലാവർക്കും? യെസ്. അപ്പൊ എക്സ്പ്രഷൻ കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സെന്റൻസിലേക്ക് പോവാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും വേണോ? പറഞ്ഞാൽ കൊള്ളാന്നുണ്ടോ? ടെൻസ് ആർക്കെങ്കിലും പഠിക്കണമെന്ന് ചോദിച്ചു മിസ്സേ. ആ, ടെൻസിന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ടൊന്ന് പറ. ഞാൻ എനിക്ക് താല്പര്യമുണ്ട് മിസ്. എനിക്ക് ഇതിനേക്കാളും ഇതിനേക്കാളും എളുപ്പം എനിക്ക് ടെൻസ് ആണ്. ഓക്കെ, ടെൻസും പഠിക്കാം. ക്ലാസ്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡിസ്കഷൻ പോലെ ടെൻസ് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. മതിയോ? അടുത്ത ക്ലാസ്സിൽ ഈ എക്സ്പ്രഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ടെൻസിലേക്ക് പോയാലോ? അതിന്റെ കൂടെ ഡെയിലി സെന്റൻസും പറയാം. മലയാളം ടെൻസ് പഠിച്ചാൽ പിന്നെ മലയാളം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ ആണോ? നമ്മൾ നേരത്തെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ നിർത്തിയായിരുന്നു. ഇനി മിസ്സിന്റെ ഇഷ്ടം പോലെ ഒന്നും കൂടെ തുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ കഴിയും. ക്ലാസ്സോടുകൂടി ചേർത്തിട്ട് അല്ല, എക്സ്പ്രഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നീ വേണമെങ്കിൽ എടുക്കാണ്ടിരിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം പറയൂ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല. എക്സ്പ്രഷൻ വേണോ? അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യോ നിങ്ങള്? വേണം. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ടെൻസിലേക്ക് പോകാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡെയിലി സെന്റൻസ് പറഞ്ഞു പോകാം. മതിയല്ലോ? ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇതേപോലെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി കുറച്ച് ക്ലാസ്സേ ഉള്ളൂ, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മുന്നോട്ട് പോകാം. മാം, അന്ന് മാം പറഞ്ഞില്ലേ ഒരു സ്റ്റോറി, അതായത് ടെൻസുകൾ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? അത് ഈ ടെൻസ് പഠിച്ചാൽ നമുക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ? സൗണ്ട് പോയി. ടെൻസ് പഠിച്ചിട്ട് ബാക്കി കേട്ടില്ല. ടെൻസ് പഠിച്ചതിന് ശേഷം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പറയൂ, ക്ലിയർ ആയില്ല. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻസ് പഠിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോറി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോ ടെൻസ് കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല ഫ്ലുവന്റ് ആയിരുന്നു. അന്ന് മനസ്സിലായെന്നിരിക്കുമ്പോൾ മനസ്സിലായെന്ന് പറയും അല്ലേ? നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ, ടെൻസ് കവർ ചെയ്യാം എന്തായാലും. അപ്പോ ഒരു 2 എക്സ്പ്രഷൻ കൂടി ഇരിക്കും. അതിരിക്കല്ലോ. അടുത്തത് can have plus V3. Can have. Can ആണ് cannotന്റെ ഷോർട്ട് ഫോം can't. Can't have subject plus can't have plus V3. Okay. Subject plus can have plus V3. Example, she can have done it. She can have done it. She can have done it. അവിടത് ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്നാണ്. വഴിയില്ല, കഴിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മള് ആ ഒരു മീനിങ് ആണ്. ഓക്കെ, ചെയ്യാതിരിക്കാൻ കഴിയില്ല, ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്ന് പറയും. ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് വന്നപ്പോ അങ്ങനെ പറഞ്ഞുള്ളൂ കേട്ടോ. അത് ചെയ്യാതിരിക്കാൻ വഴിയില്ല. ഇപ്പോ
they can't resign എന്ന് പറഞ്ഞാല് അത് അവരെ റിസൈൻ ചെയ്യാൻ വഴിയില്ല, ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്നാണ്. മനസ്സിലായോ? ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിയോ കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്നും കറക്റ്റ് ചെയ്ത് എഴുതണേ. ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യണതുകൊണ്ട് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എക്സാമ്പിള്, ആ ഒരു സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്നാണ് ആ ഒരു മീനിങ് വരെ. അടുത്തത് സബ്ജക്ട് പ്ലസ് നീഡിന്റെ ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് നീഡിന്റെ ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് നീഡിന്റെ ഹാവ് പ്ലസ് V3. എക്സാമ്പിൾ എഴുതാം. യു നീഡിന്റെ ഹാവ് എഴുതാൻ മതി. യു നീഡിന്റെ ഹാവ് പേഡ് ദ മണി എന്ന് പറഞ്ഞാല് എന്താ, ഈ മണി പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മീനിങ് വരുന്നത്. ഷീ നീഡിന്റെ ഹാവ് ചെക്ക് എവറിത്തിങ്, അവർക്ക് എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എവരിബഡി നീഡിന്റെ ഹാവ് ഗോൺ ദെയർ, എല്ലാവർക്കും അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു രീതിയിലാണ് മീനിങ് വരാം. അടുത്തേതാ, അടുത്തൊരു എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് കുജ പ്ലസ് V3. എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഓക്കെ, ടീച്ചറെ അവസാനത്തെ സബ്ജക്ട് പ്ലസ് ഉണ്ട് V3ന്റെ നടുക്ക് എന്താണ്? ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. സബ്ജക്ട് പ്ലസ് കുജ പ്ലസ് V3. റിയ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കി എഴുതണേ, അപ്പോൾ സംശയം വരില്ല. ഓക്കെ, എക്സാമ്പിൾ ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ് എന്ന് പറയുമ്പോ എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് മീനിങ് വരെ. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. അപ്പോ എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്, എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് റിട്ടേൺ ദ എക്സാം, എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് കം ഹിയർ, അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു. ഓക്കെ, ഞാൻ നെഗറ്റീവ് എഴുതുന്നെങ്കിൽ കുഡിന്റെ ഹാവ് ആണ് നെഗറ്റീവ് വരാം. ഐ കുഡിന്റ് ഹാവ് ഗോൺ അബ്രോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അബ്രോഡ് പോകേണ്ടതായി വരില്ല. അല്ല, എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് റിട്ടേൺ ദ എക്സാം, എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് കം ഹിയർ, അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് നെഗറ്റീവ് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?
എല്ലാം ക്ലിയർ. അടുത്ത ഏതാ? സബ്ജക്ട് പ്ലസ് would have plus V3. Would ആണ്. Subject plus would have plus V3. നമ്മളൊക്കെ എഴുതാം. ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കി എഴുതാം. ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു എന്നാണ് മീനിങ് വരാം. ഐ വുഡ് ഹാവ് പ്രാക്ടീസ് ലൈക്ക് ദാറ്റ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ. എനിക്ക് വേണമെങ്കിൽ പോലീസ് ഓഫീസർ ആകാമായിരുന്നു. ഓക്കെ, ചെയ്യാമായിരുന്നു, ആകാമായിരുന്നു എന്നൊരു മീനിങ് ആണ് വുഡ് ഹാവ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? I would have practiced like that. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. I would have been a police officer. എനിക്ക് വേണമെങ്കിൽ പോലീസ് ഓഫീസർ ആകാമായിരുന്നു. ആ ഒരു മീനിങ്ങിലാണ് വരാം. അപ്പൊ ഇന്നത്തോടെ നമുക്ക് ഇത്രയും എക്സ്പ്രഷൻ വെച്ചിട്ട് അവസാനിപ്പിക്കാം. See you on the next class. Okay, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എക്സ്പ്രഷൻ കണ്ടിന്യൂ ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ ടെൻസും കൂടെ കവർ ചെയ്യാം. ഓക്കെ, സോ അതിന്റെ പേര് നമുക്ക് ഓക്കെ എന്തൊന്നും മിണ്ടാതെ അതിന്റെ പേര് Yes, ma'am. Thank you. Okay, Miss. Thank you, ma'am. Okay, thank you all.